അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആട്ടോ. കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ നാളിനാണല്ലോ കൊടുക്കണത്. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ 3ാം പിറന്നാളാണ്. അപ്പോൾ ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ കാക്കനാട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലുണ്ട്, പിന്നെ കളമശ്ശേരിയിൽ മഹാഗണപതി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ നമ്മൾ 2 അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളായിരിക്കും ഈ വ്ലോഗിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കാക്കനാട് അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ കളമശ്ശേരിയിലെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കളമശ്ശേരിയിലെ മഹാഗണപതി ക്ഷേത്രമാണ്. അവിടെ ഗണപതി, മുരുകൻ, ശിവൻ ഇവരാണ് 3 മെയിൻ പ്രതിഷ്ഠ. പിന്നെ ഉപദേവതകൾ കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഗണപതി അമ്പലത്തിൽ പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. കളമശ്ശേരിയിൽ എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ചെന്നപ്പോൾ അവിടെ ചേച്ചിയുടെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞും ഞങ്ങൾ അപ്പോൾ കുട്ടീസൊക്കെ ചേർന്നപ്പോൾ പിന്നെ ഡാൻസും പാട്ടും ബഹളമായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ജസ്റ്റ് രാവിലെ അമ്പലത്തിൽ വന്നപ്പോൾ ഒന്ന് വീട്ടിൽ കയറിയെന്നുള്ളൂ. അപ്പോൾ പിറന്നാളായ കാരണം തന്നെ അച്ഛനും അമ്മയും വെയിറ്റിംഗ് ആയിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നപ്പോൾ നമുക്ക് ഒരു അതിഥീനം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ചേച്ചിയുടെ അപ്പോൾ ചേച്ചി അനിയനോട് കളിച്ച് നല്ല തകർക്കലാണ് കേട്ടോ പിറന്നാളായിട്ട്. അപ്പോൾ TV ആണല്ലോ, ഫുഡ് അടിയും കളിയും എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ മോള് അമ്മൂട്ടിയും കൂടി വന്നു. പിന്നെ 3 കൂടി ആയിട്ടാണ് കളി. അപ്പൂന് ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കാരണം അപ്പൂനന്ന് അംഗൻവാടി വിട്ടായിരുന്നു. അപ്പോൾ 2 ചേച്ചിമാരും അനിയനും കൂടി ഓടി തകർക്കാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുക്കാറായി. അപ്പോൾ ചെറിയ രീതിയിലുള്ള സദ്യ, അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും അല്ലെങ്കിലും അവന് ഇഷ്ടപ്പെട്ട കുറേ കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സദ്യ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വേറെ വലിയ ഗംഭീരമായിട്ടുള്ള സദ്യയല്ല, നേരത്തെ പറഞ്ഞിട്ട് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളും പിന്നെ അവൻ്റെ ഫേവറേറ്റ് സേമിയ പായസവും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വിളക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ പല നാട്ടിലും പല സ്റ്റൈലാണ് കേട്ടോ പിറന്നാളിനൊക്കെയാണ്. ചിലയിടത്ത് അരിയും പൂവൊക്കെ അങ്ങനെ തലയിലിടും. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വിളക്ക് കത്തിച്ച് ഇലയിൽ നമ്മളുണ്ടാക്കിയ കറിയൊക്കെ വെച്ച് അവന് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ചേച്ചിമാർ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ആളുടെ ഫേവറേറ്റ് സേമിയ പായസമൊക്കെ കൊടുത്തു. അങ്ങനെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയിട്ടോ. പുറത്ത് പോയത് വേറെ ഒന്നിനല്ല, ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിറന്നാൾ സ്പെഷ്യൽ കേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പിറന്നാളിന് അങ്ങനെ കേക്കൊന്നും മുറിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും പിള്ളേരും ഒരു ട്രിപ്പ് പോവാണ് തിരുപ്പതിയിൽ വരെ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേൻ്റെ അന്ന് അവരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർ പോണേക്ക് മുമ്പ് തന്നെ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പക്ഷേ ബർത്ത്ഡേ നമ്മൾ കളമശ്ശേരിയിൽ വെച്ചാണ് ആഘോഷിച്ചത്. അപ്പോൾ അന്നും കേക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ്. ബർത്ത്ഡേന് ഞാൻ അധികം വീഡിയോ എടുക്കാത്ത കാരണം ഈ ഒരു വ്ലോഗിൽ തന്നെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കളമശ്ശേരി ചെന്നപ്പോൾ ചേച്ചിയുടെ മോളും അനിയക്കുട്ടിനോട് തകർത്ത് ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചു. സ്പൈഡർമാൻ ടീമാണ് നമ്മൾ കേക്കിന് സെലക്ട് ചെയ്തത്. അവന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നമ്മളൊന്ന് അടിച്ചു പൊളിച്ചു. അളിയനും ഒരുപാട് മിസ് ചെയ്തു കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മുടെ പിറന്നാൾ വ്ലോഗ് അടിപൊളിയായിട്ട് തീരാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞുട്ട ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സന്തോഷമായോ? സന്തോഷമായി. അപ്പം ഇന്ന് കുഞ്ഞുട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. കുഞ്ഞുട്ടയ്ക്ക് ഫേവറേറ്റ് സാധനം പായസം വേണമെന്ന് പറഞ്ഞിട്ട്, അതും കുഞ്ഞുട്ടൻ്റെ ഫേവറേറ്റ് സേമിയ തന്നെ നമ്മൾ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ വയറ് നിറച്ച് പായസമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മാത്രം പോരാട്ടോ. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.